ആചാര്യാജി, എന്റെ ചോദ്യം ഇതാണ്. ഇന്ന് നമ്മുടെ ഒരു സ്വഭാവം ഇതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നല്ലത് ചെയ്യുകയും ചെയ്യുന്നു. അത് ബന്ധുക്കളാകട്ടെ, കൂട്ടുകാരാകട്ടെ, സഹപ്രവർത്തകരാകട്ടെ. പക്ഷേ അവരിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഇതാണ്: അവരും നമ്മളോട് അതേ രീതിയിൽ പെരുമാറുമെന്ന്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ അതേ രീതിയിൽ കാണുമെന്ന്. ആ കാര്യങ്ങൾ സംഭവിക്കാതെ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്നാമതായി നിരാശയുണ്ടാകുന്നു, രണ്ടാമതായി ദേഷ്യം വരുന്നു. എല്ലാം ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നമുക്കൊരാവശ്യം വരുമ്പോൾ മുന്നിലുള്ളയാൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയും ഒഴിഞ്ഞു മാറുകയും സഹായിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ സമയത്ത് കുറ്റബോധവും ദേഷ്യവും ഉണ്ടാകുന്നു. അതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? കാരണം നിങ്ങളും അവർക്ക് വേണ്ടി നല്ലതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരാൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നവൻ അവൻ തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്നൊരിക്കലും പ്രതീക്ഷിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണിപ്പോൾ ദേഷ്യം വരുന്നത്? നിങ്ങളും അവർക്ക് വേണ്ടി നല്ലത് ചെയ്തില്ല, അവരും നിങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്തില്ല. ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, എന്നിട്ട് മനസ്സിൽ ഈ ധാരണ ഉണ്ടാക്കുക: ഞാൻ ഇവന് വേണ്ടി നല്ലത് ചെയ്യുന്നു, പകരമായി ഇനി ഇവൻ എനിക്ക് വേണ്ടി നല്ലത് ചെയ്യും. അതായത് നിങ്ങൾ അയാൾക്ക് വേണ്ടി നല്ലത് ചെയ്തിട്ടേയില്ല, നിങ്ങൾ അയാൾക്ക് വേണ്ടി മോശമാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അയാൾക്ക് മോശം ചെയ്തപ്പോൾ തിരിച്ച് അയാളും നിങ്ങൾക്ക് മോശം ചെയ്തു. അപ്പോൾ എന്തിനാണ് സങ്കടം തോന്നുന്നത്? നിങ്ങൾക്ക് സങ്കടം തോന്നുന്നത് നിങ്ങൾ അയാൾക്ക് വേണ്ടി നല്ലത് ചെയ്തു എന്നും പകരമായി അയാൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നും വിചാരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ പകരമായി അയാൾ നിങ്ങൾക്ക് വേണ്ടി മോശം ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നും. പക്ഷേ നിങ്ങൾ ഈ പ്രതീക്ഷകളുടെ കളി മുഴുവൻ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ആർക്കു വേണ്ടി നിങ്ങൾ പ്രതീക്ഷ വെച്ച് എന്തെങ്കിലും ചെയ്യുന്നുവോ അയാൾക്ക് വേണ്ടി നിങ്ങൾ നല്ലതൊന്നും ചെയ്യുന്നില്ല. നിങ്ങളും അയാൾക്ക് വേണ്ടി മോശമാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അയാൾക്ക് വേണ്ടി മോശം ചെയ്തപ്പോൾ തിരിച്ച് അയാളും നിങ്ങൾക്ക് വേണ്ടി മോശം ചെയ്തു. അപ്പോൾ കണക്ക് തുല്യമായി. ഇനി അതിൽ മോശമായി കാണാൻ എന്തിരിക്കുന്നു? ശരി, ഒരാൾക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ ലക്ഷണം ഇതാണ്: അതിൽ പ്രതീക്ഷയുണ്ടാകില്ല. ഇതിനെയാണ് ഗീതയിൽ നിഷ്കാമത എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല, ശരിയല്ലേ? അതായത് നമ്മൾ നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒന്ന് ചെയ്ത് പുഴയിലിടുക എന്ന നിലപാട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്തു എന്ന് എനിക്ക് ഓർമ്മ പോലുമില്ല. ഞാൻ അങ്ങനെയായി മാറി. ഞാൻ നല്ലതേ ചെയ്യുന്നുള്ളൂ. സത്യം ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നല്ലതൊന്നും ചെയ്യുന്നില്ല. ഞാൻ ആരുടെ കൂടെയാണോ ഉള്ളത് അവർക്ക് വേണ്ടി നല്ലതേ ചെയ്യൂ. കാരണം എന്റെ അസ്തിത്വം അങ്ങനെയാണ്. ഞാൻ എന്ത് ചെയ്താലും അത് നല്ലതായി മാറുന്നു. ഞാൻ ചിത്തും നല്ലത് ചെയ്യാതിരിക്കുന്നില്ല. ഞാൻ നടന്നാൽ പോലും അതിൽ നന്മ ഉണ്ടാകുന്നു. എന്റെ ഉണ്ടായിരിക്കൽ തന്നെ ലോകത്തിന് മുഴുവൻ ഒരു നല്ല കാര്യമാണ്. അങ്ങനെയായി മാറുക. അപ്പോൾ നിങ്ങൾ പറയുകയില്ല, ഞാനൊരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നുവെന്നും ഒരു പ്രത്യേക വ്യക്തിയിൽ നിന്ന് പ്രത്യേക പ്രതീക്ഷ വയ്ക്കുന്നുവെന്നും. ഈ കളിയെല്ലാം നടക്കുന്നത് എവിടെയാണോ അവിടെ നന്മ നടക്കുന്നില്ല. അവിടെ കച്ചവടമാണ് നടക്കുന്നത്, വ്യാപാരമാണ് നടക്കുന്നത്. വ്യാപാരത്തിൽ രണ്ടു പക്ഷവും പരസ്പരം കൂടുതൽ സമ്പാദിക്കാൻ മാത്രമേ ആഗ്രഹിക്കൂ, അല്ലേ? വ്യാപാരത്തിന് അതാണല്ലോ അർത്ഥം. ഞാൻ നിങ്ങളിൽ നിന്ന് പകുതിയിലധികം എടുക്കട്ടെ, നിങ്ങൾ എന്നിൽ നിന്ന് പകുതിയിലധികം എടുക്കൂ. ഇതാണ് കരാർ. അതിനെ സ്നേഹം എന്ന് വിളിക്കില്ല.